അസമിലെ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 68 പേരാണ് മരിച്ചത്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ബണ്ടുകൾ, റോഡുകൾ, പാലങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നു. വീട്ടിൽ വെള്ളം കയറിയതിന് പിന്നാലെ ഒരു പെൺകുട്ടിയുടെ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലായ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രളയത്തിൽ നശിച്ചുപോയ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലഭ്യമാക്കുമെന്ന് അസം സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, മഴ കുറവുണ്ട്, മഴയുടെ ശക്തിയും കുറവുണ്ട്. പക്ഷേ വെള്ളം മൂടപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങൾ ആ നിലയിൽ തന്നെ തുടരുകയാണ്. മരണസംഖ്യ 68ലേക്ക് ഉയർന്നിരിക്കുന്നു. മാധു, 5 ദിവസം തുടർച്ചയായി ഉണ്ടായ മഴയാണ് അസമിൽ വലിയ രീതിയിലുള്ള കെടുതികൾ സൃഷ്ടിച്ചത്. 5 ജില്ലകളാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. 5,24,000-ഓളം ആളുകൾ നിലവിൽ ഇപ്പോൾ പ്രളയ ബാധിതരാണ്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിനകത്ത് ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഈ പെൺകുട്ടിയുടെ വീട് പൂർണ്ണമായും തകർന്നു, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. അപ്പോഴും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് അത് വെള്ളത്തിനടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് റോഡിന് ഒരു വശത്ത് ഉണക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. പിന്നാലെയാണ് ഇപ്പോൾ അസം സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പ്രളയത്തിൽ തകർന്നുപോയ വീടുകൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകും. ഒപ്പം തന്നെ പ്രളയത്തിൽ നശിച്ചു പോയ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ അത് സൗജന്യമായി നൽകുമെന്ന് അസം സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്കൂളുകൾ എങ്ങനെ ഏതെങ്കിലും മാനദണ്ഡങ്ങളൊന്നും പാലിക്കില്ല. പ്രളയത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള നശീകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ടോ അവർക്ക് പാഠപുസ്തകങ്ങൾ നൽകുമെന്നുള്ള പ്രഖ്യാപനം ഈ ദൃശ്യത്തിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് 2 ജില്ലകൾ, നാഗാവ്, മൊറേഗാവ് എന്നീ 2 ജില്ലകളാണ് ഏറ്റവും കൂടുതൽ പ്രളയം അത് ബാധിച്ചിട്ടുള്ളത്. അവിടുത്തെ ഒരു നാഗാവ് സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയുടെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അത് പിന്നാലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു നടപടി അസം സർക്കാർ സ്വീകരിച്ചു. അസം വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനവും നടത്തിയത്. ഇപ്പോഴും മഴക്കെടുതി അത് തുടരുന്നതാണ്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, അങ്ങേറ്റം വൈകാരികമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഒരു പെൺകുട്ടി, ഏതാണ്ട് 21 വയസ്സുകാരിയ ഒരു യുവതി, ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അസമിൽ ഉടനീളമുള്ളത്. 5 ജില്ലകളെയാണ് കാര്യമായി ബാധിച്ചത്. പ്രളയക്കെടുതി തുടരുകയാണ്. അസമിൽ പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. 68 മരണസംഖ്യ 68ആയി ഉയർന്നിരിക്കുന്നു എന്നതും സാഹചര്യമാണ്. പുസ്തകങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.